അതല്ലേ ഇല്ല. സഹോദരനെ, ഇതൊരു തമാശ കഥയല്ല, മറിച്ച് ദൈവത്തിന്റെ അനന്ത പരിപാലനയുടെ സാക്ഷ്യപത്രം. ഈ കഥ തുടങ്ങുന്നത് പണ്ടാണ്. പണ്ടെന്ന് പറഞ്ഞാൽ അത്ര പണ്ടല്ല, ഏതാണ്ട് 30-40 വർഷങ്ങൾക്കപ്പുറം. അന്നത്തെ യുവാക്കൾ ഇങ്ങനെ പാടി നടന്നിരുന്ന കാലം. അവരുടെ മത്തായി ചേട്ടനും ഏലിയാമ്മ ചേട്ടത്തെയും അവരുടെ മകൻ ജോസഫ് കുഞ്ഞും അടങ്ങുന്ന കുടുംബം അവരുടെ ഒരു സന്തുഷ്ട കുടുംബമാണ് എന്ന് പറഞ്ഞുകൂടാ. നമുക്ക് അവരുടെ കുടുംബത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. മോനെ, പഠിച്ചത് മതി, നീ സ്കൂളിൽ പോകണേ. അമ്മേ, ഞങ്ങൾക്ക് സയൻസ് പരീക്ഷ, ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. ഓ, നിനക്ക് എത്ര പഠിച്ചാലും മതിയാകില്ല. പക്ഷെ മാർക്ക് വരുമ്പോ എന്ന് നിനക്ക് തന്നെയല്ലേ 1ാം സ്ഥാനം കിട്ടുന്നത്. ആ, നീ എങ്കിലും പഠിച്ച് ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്ക്. ഞാൻ കവിയിലേക്ക് പോവാ. ജോസഫ്, നീ വന്നേ. ഓ വേണ്ട, ഇവര് തന്നെ പറ്റിയത്. ആ, ഇനി അവനെ പറഞ്ഞാ മതി. ഇന്നലെ ഇവിടെ എന്തായിരുന്നു മുകില്? അവന് സ്കൂളിൽ നിന്ന് സ്കോളർഷിപ്പ് കിട്ടിയ കാര്യം പറഞ്ഞപ്പോൾ അവനെ ബോധിയിലെ തല്ലി പിടിച്ചു മാറ്റാൻ വന്ന് എനിക്കിട്ട് കിട്ടി. അവൻ എന്ത് കഷ്ടപ്പെട്ടിട്ട് കിട്ടിയതാണ്, അത് വലിച്ചീറി കളഞ്ഞില്ലേ. പിന്നെ കഞ്ഞിക്കലോ തട്ട വെച്ചിട്ടു. അവനൊരു മറ്റു ചോറ് കൊടുക്കാൻ പോലും ഇന്നലെ പറ്റിയില്ല. ഒരു നല്ല വാക്കോ പറയത്തില്ല. എന്തിനാ ഇങ്ങനെ കുടിക്കുന്നേ? എനിക്കറിയത്തില്ല, ഇതൊന്നും വേണമെന്ന് വെച്ചിട്ടല്ലോ. എത്ര ധ്യാനം കൂടി ആശുപത്രിക്ക് ആയുർവേദവും അലോപ്പതിയും ഒക്കെ കഴിച്ചു, പറ്റുന്നില്ല. എനിക്കും പിള്ളേർക്കും ദൈവാനുഗ്രഹമില്ല, ആരുടെയോ ശാപമാ. ഞാൻ പോവാ. ജോസഫ്, ഞാൻ അപ്പച്ചൻ കുടിക്കത്തില്ല. അന്തോനീസ് പുണ്യാളനാണേ സത്യം. ഞാൻ വൈകിട്ട് വരുമ്പോ നിനക്ക് മുട്ടായി വാങ്ങിച്ചോണ്ട് വരാം, കേട്ടോ? ഓ, ഞാനിതുവരെ കേട്ടിട്ടുള്ളതാ. അമ്മേ, ഞാനൊന്ന് വലുതാവട്ടെ, ഞാൻ അപ്പച്ചനെ കൊല്ലും. മോനെ, നീ അങ്ങനെയൊന്നും പറയരുതേ. നിന്റെ അപ്പനല്ലേ, ദൈവദോഷം പറയരുത്. ഓ, അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ എൻ്റെ അമ്മ എങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുമോ? എനിക്കറിയില്ല. ഞാനും എൻ്റെ കുടുംബക്കാരും അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. ഏലിയാമ്മ ചേട്ടത്തെയും ജോസഫ് കുഞ്ഞും അന്നേ ദിവസവും അവരുടെ ദിനചര്യകളിൽ മുഴുകി. ഇന്നെങ്കിലും മത്തായി ചേട്ടൻ കുടിക്കില്ല എന്ന നേരിയ പ്രതീക്ഷയോടെ. എന്നാൽ ഇന്നും മത്തായി ചേട്ടൻ പതിവ് തെറ്റിച്ചില്ല. പാമ്പുകൾ മത്തായി ചേട്ടന് കള്ളുകുടിയ ഷാപ്പിലിടമില്ല, ഷാപ്പിലിടമില്ല. പുണ്യാളനെ പറഞ്ഞ് സത്യം ചെയ്തതല്ലേ ഇന്ന് കള്ളു കുടിക്കത്തില്ലെന്ന്. ഞാൻ കള്ളു കുടിക്കും, ചായ കുടിക്കും, ഈ പൈപ്പിൽ കിടക്കുന്ന വെള്ളം നീ കുടിക്കും. നീ എഴുതി ചോദിക്കാൻ എടി, നീ ഈ കുടുംബത്തിൽ കയറിയ പിന്നെ അല്ലടി ഞാൻ കൂടി തുടങ്ങിയ. എവിടെയാണ് നിന്റെ ആ മോൻ? ഇങ്ങോട്ട് ഇറങ്ങിയാ.
ഈ കുടുംബത്തിൽ ഇച്ചിരി മനസ്സമാധാനമല്ലേ ചോദിച്ചുള്ളൂ. അതുപോലും തരാൻ ഇത്ര പാടാണോ? അമ്മമാരുടെ കണ്ണുനീര് കാണുന്നവളാണെന്ന് പറഞ്ഞിട്ട് എന്റെ കണ്ണുനീര് നീ കാണുന്നില്ലേ? പക്ഷേ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായില്ല. അവരുടെ ജീവിതം അതുപോലെ തന്നെ തുടർന്നു. ഇവിടെ ആരുമില്ലേ? ആരാ? എവിടുന്നാ? ഞാൻ അതിരമ്പുഴയ്ക്ക് പോകുന്ന വഴിയാ. ബസ് കിട്ടിയില്ല, അതുകൊണ്ട് നടന്നു പോവുക. നടന്ന് മടുത്തു. കുടിക്കാൻ കുറച്ച് വെള്ളം തരാവോ? ചേർത്ത് കയറിയിരിക്കുക. ഉച്ചയായില്ല, കുറച്ച് ചോറെടുക്കാം. വലിയ കറിയൊന്നുമില്ല. വേണ്ട, എനിക്ക് വിശക്കുന്നില്ല. കുറച്ച് വെള്ളം മാത്രം മതി. നടന്ന് മടുത്തതല്ലേ, കുറച്ചു നേരം ഇരിക്കുക. എന്നതാ ചേട്ടത്തിയുടെ പേര്? മറിയാമ്മ എൻ്റെ പേര്. അല്ല, ചേട്ടത്തിയുടെ മോതെന്താ ഒരു സങ്കടം? എനിക്ക് സങ്കടമൊന്നുമില്ല. പറയാൻ ഇഷ്ടമില്ലെങ്കിൽ പറയണ്ട. അങ്ങനെയൊന്നുമില്ല. ഇവിടുത്തെ ആൾക്ക് ഇച്ചിരി കൂടിയുണ്ട്, അതുകൊണ്ട് കുടുംബത്തൊരു സമാധാനമില്ല. ഉപദ്രവമുണ്ടോ? അപ്പോ വീട്ടുകാര്യങ്ങളൊക്കെ? എനിക്ക് ഇവിടുത്തെ UP സ്കൂളിൽ ടീച്ചറായിട്ട് ജോലിയുണ്ട്. പിന്നെ ഒരു ചെറിയ തയ്യക്കടയുണ്ട്. ആഹാ, ഏരിയമ്മ ടീച്ചറല്ലേ? ഞാനൊരു പൊട്ടി കുഞ്ഞേരിയ ചേർത്തി. അങ്ങനെയാണ് എല്ലാവരും എന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. ചെറുപ്പത്തിൽ നല്ല മിടുക്കിയായിരുന്നെന്നും എൻ്റെ അപ്പൻ എന്നെ കൊഞ്ചിച്ച് വഷളാക്കിയെന്നൊക്കെയാ എല്ലാവരും പറയുന്നത്. 10 തോറ്റപ്പം പഠിത്തം നിർത്തി. ആ സമയത്ത് അപ്പനും മരിച്ചു. 10 തൊട്ടവർക്കൊക്കെ ടീച്ചറാവാൻ പറ്റുമോ? മത്തായിച്ചൻ കുടുംബം നോക്കാതായപ്പോൾ നമ്മുടെ പള്ളിയിലെ അച്ഛൻ പറഞ്ഞിട്ട് ഞാൻ BAക്ക് പ്രൈവറ്റായിട്ട് ചേർന്നു. പിന്നെ B.Edും എടുത്തു. ഓരോ കഷ്ടപ്പാടുകൾ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ശക്തി തന്നെ കിട്ടും. പിള്ളേരൊക്കെ ഉള്ളതല്ലേ. എൻ്റെ അമ്മ മാതാവിൻ്റെ വലിയ ഭക്തയായിരുന്നു. മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചിട്ടാണ് ഈ കല്യാണം നടത്തിയത് തന്നെ. കല്യാണത്തിന് മുൻപ് മത്തായിച്ചൻ അങ്ങനെ കൂടിയൊന്നും ഇല്ലായിരുന്നെന്ന് അറിയിക്കുന്നേ. പക്ഷെ എൻ്റെ വിധി ഇങ്ങനെയൊക്കെ ആയിപ്പോയി. കർത്താവിൻ്റെ വഴി ആർക്കറിയാം? ഇതൊക്കെ കർത്താവ് കാണാതിരിക്കുവോ? ഇതൊക്കെയാ എല്ലാവരും പറയുന്നേ. പണ്ടൊക്കെ എനിക്ക് നല്ല വിശ്വാസമായിരുന്നു. അതൊക്കെ പോട്ടെ. ചേട്ടത്തിയുടെ കുടുംബമൊക്കെ എവിടെയാ? എൻ്റെ ആള് നേരത്തെ മരിച്ചുപോയി. പിന്നെ ആളുണ്ടായിരുന്നത് ഒരു മോനാ. കുറേ ദുഷ്ടന്മാർ ചേർന്ന് അവനെ കൊന്നു. എൻ്റെ മാതാവേ, വലിയ പിള്ളേരൊക്കെ ഉള്ളതാണോ? കണ്ടാ പറയത്തില്ല കേട്ടോ. 15ാമത്തെ വയസ്സിൽ എനിക്ക് കല്യാണത്തിന് മുമ്പുള്ളതാണ് അവൻ. എൻ്റെ ഭർത്താവ് നല്ലൊരു മനുഷ്യനായിരുന്നു. ഒരു കണക്കിന് ഓർത്താൽ ചേട്ടത്തിയുടെ കഷ്ടപ്പാടൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ദുരിതം ഒന്നുമല്ല. അയ്യോ, സംസാരിച്ചിട്ട് നേരം പോയത് അറിഞ്ഞില്ല. നേരം ഒത്തിരി വൈകി. ഞാൻ പോട്ടെ എടുത്തി. അത് ശരിയാണല്ലോ. ഇത്രയും നേരമായെന്ന് ഞാനും അറിഞ്ഞില്ല. അത്താഴത്തിന് എന്തെങ്കിലുമൊക്കെ നോക്കട്ടെ. ഇതെന്നാ നേരത്തെ എത്തിയല്ലോ. ഇന്ന് പരിപാടിക്കൊന്നും പോയില്ലേ? കാശെല്ലാം തീർന്നോ? പോയായിരുന്നു, പറ്റിയില്ല. എന്റെ കർത്താവേ, ഞാൻ എന്റേതായി കേൾക്കുന്നേ. പണി കഴിഞ്ഞിട്ട് ഞാനും കേശവനും കൂടി ഒന്നും മിനിങ്ങാന്ന് കരുതി ഷാപ്പിൽ പോയി. പക്ഷെ കുടിക്കാൻ തുടങ്ങിയപ്പോ പറ്റലില്ല. എന്തോ ഒരു വിടക്കും വേണം. കള്ളിന്റെ ആണെന്നാ വിചാരിച്ച. അതുകൊണ്ട് ഞങ്ങൾ പട്ട ഷാപ്പിൽ കയറി. അവിടുന്ന് കുടിക്കാൻ ഗ്ലാസ് കയ്യിലെടുക്കുമ്പോ മുങ്ങി ചാവാൻ തുടങ്ങണ പോലെ ഒരു വിഷമം. ഗ്ലാസ് താഴെ വയ്ക്കുമ്പോ ഒരു കുഴപ്പമില്ല. എന്നാ ചെലുത്താൻ കളിയാണോ എന്തോ. എന്നാ അത് ദൈവത്തിന്റെ കളിയായിരിക്കും. വല്ലാതെ വിശക്കുന്നു. നീ വല്ലതും കഴിക്കാനുണ്ട്? അയ്യോ,
ഞാനൊന്നും ഉണ്ടാക്കിയില്ല. ഇതിലെ ഒരു ചേടത്തി വന്നായിരുന്നു. അതിനോട് സംസാരിച്ചിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. ഇപ്പൊ അങ്ങ് പോയതേ ഉള്ളൂ. അത്താഴ്ച കണ്ടായിരുന്നോ? ഓ, ഞാൻ ആരെയും കണ്ടില്ല. ആ, എന്തായാലും ഇനി ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. ജോസഫ് കുഞ്ഞ് കുറെ നാളായി പറയുന്നതല്ലേ അവന് പൊറോട്ട ഇറച്ചി വേണമെന്ന്. നമുക്കിന്ന് പുറത്തുനിന്ന് കഴിക്കാം. അത് കഴിഞ്ഞ് ഒരു സിനിമയ്ക്കും പോവാം. നിങ്ങൾ പോയി റെഡിയാവും. ഇപ്പൊ വന്നേക്കാം. ഇത് ചെകുത്താങ്കളിയാണെങ്കിൽ എനിക്ക് ആ ചെകുത്താനെ അങ്ങ് ഇഷ്ടമാണ്. എന്റെ പേര് മറി, എന്റെ പേര് മറി, എന്റെ പേര് മറി, എന്റെ പേര് മറി. എന്റെ മാതാവേ, നീ പൊട്ടി കുഞ്ഞിനെ ഏലിയാമ്പറ്റീസാക്കാനാണോ ഈ കുരിശു മുഴുവൻ ചുമപ്പിച്ചത്? നന്ദി, എന്നോട് പൊറുക്കണേ. എന്നാലും എനിക്ക് ആ കയ്യിലൊന്നും തൊടാൻ പറ്റിയില്ലല്ലോ. ദൈവത്തിന്റെ വഴികളും സമയവും പ്രവചനാതീതമാണ്. എല്ലാ പ്രത്യാശയും നഷ്ടപ്പെട്ട് ദുരിതത്തിന്റെ കൊടുങ്കാലിൽപ്പെട്ട് ഉലയുമ്പോഴും പ്രതീക്ഷ കൈവടിയത്. മുട്ടിന്മേൽ നിന്ന് കർത്താവേ എന്ന് വിളിക്കുക. ആ കൊണ്ടയിൽ ഒന്നുകൂടെ മുറുകെ പിടിക്കുക. അപ്പോൾ അവിടെ മാലാഖമാർ നൃത്തം ചെയ്യും. അങ്ങനെ ഏലിയാമ്മച്ചേടത്തിന്റെയും മത്തായിച്ചേട്ടന്റെയും കുടുംബത്തിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായി. ദൈവം അവർക്കായി വലിയ പദ്ധതികൾ ഒരുക്കിയിരുന്നു. കാലചക്രം പിന്നെയും തിരിഞ്ഞുകൊണ്ടിരുന്നു. നമുക്ക് നമ്മുടെ കഥാനായകനും നായികയും എവിടെയെന്ന് അറിയില്ല. അമേരിക്കയിലെ ഏതോ ഒരു നഗരം.
അച്ഛൻ നിങ്ങളെ മുക്തകണ്ഠം ശ്ലാഘിക്കുകയാണ്. നിങ്ങൾക്ക് നമ്മുടെ ട്രസ്റ്റിമാര് ഒരു സമ്മാനം തരും കേട്ടോ. അല്ലേ വേണ്ട, നിങ്ങളിത് ആ കൈയെടുത്ത് ഇങ്ങനെ തട്ടിക്കും. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സൈജുവേ, ഇപ്പൊ നിങ്ങളെ പള്ളിയിലോട്ടൊന്നും കാണാറില്ലല്ലോ. ഓ, ഇപ്പൊ ജെസ്സിക്കും കൂടി ജോലിയായ പിന്നെ ഒട്ടും സമയമില്ല. ആഹാ, ജെസ്സിക്കും ജോലിയായോ? ഞാൻ നിങ്ങളെ മുക്തകണ്ഠം ശ്ലാഘിക്കാണ്. എവിടെയാ ജോലി? വാട്സാപ്പില്. കാലിഫോർണിയയിലല്ലേ? ഓ, അതിപ്പോ അങ്ങനെയൊന്നും ഇല്ല ചോ. എവിടെ വന്ന് വേണേലും വർക്ക് ചെയ്യാം. ദേ, ഇപ്പോഴും വർക്ക് ചെയ്തോണ്ടിരിക്കും. ഈ ഐ.ടിക്കാർക്കെല്ലാം എപ്പോഴും തിരക്കാണല്ലോ. പണ്ട് ഫേസ്ബുക്കിലും ഓർക്കുഡിലും ഒക്കെ ആയിരുന്നപ്പം ഇത്രയും തിരക്കില്ലായിരുന്നു. പിന്നെ സജു, നമ്മുടെ പള്ളിയില് ഒരു മിനിസ്ട്രിയിലും ഇല്ലാത്ത ഒരു 4 പേരുണ്ട്. നമുക്ക് അവരെയും കൂടെ കൂട്ടി ഒരു പുതിയ മിനിസ്ട്രി തുടങ്ങണം. നീ വേണം അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാന്. അച്ഛ, നമുക്ക് ഇപ്പൊ തന്നെ 48 മിനിസ്ട്രികളുണ്ടല്ലോ. ഇനി ഈ പുതിയ മിനിസ്ട്രിക്ക് എന്നതാ പേരുണ്ട്? അതൊന്നും സാരമില്ല, പേരൊക്കെ നമുക്ക് വഴിയെ കണ്ടുപിടിക്കാം. സൈജു, തേഴ്സ്ഡേ ഈവനിങ് മാത്രം നമുക്കൊരു പരിപാടി ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്കൊരു വണക്ക മാസവും നൊവേനയും കൂടെ വെക്കാം. കോൺഫറൻസ് കോൾ മതി. നീ എല്ലാവർക്കും ഒരു ഇമെയിൽ അയക്കേ. തേഴ്സ്ഡേ ആകെ കോസ്കോയിലും ലോട്ടയിലും പോകാൻ സമയം കിട്ടിയിരുന്നു. സൈജു, നീ വല്ലതും പറഞ്ഞോ? ഒന്നുമില്ല. സൈജു, പിന്നെ നീ ആ ഫെയ്ത്ത് ഡയറക്റ്റിലെ ഒന്ന് അത്യാവശ്യമാണോ? ഞാനത് ഇപ്പൊ എത്തിയേക്കാം. അച്ഛ, ഒരത്യാവശ്യമുണ്ട്. നമുക്കിനി പിന്നെ കാണാം. പണ്ടൊക്കെ ഫെയ്ത്ത് ഡയറക്റ്റ് എന്ന് പറയുമ്പോ ഫോൺ കട്ടാവുമായിരുന്നു. ഇപ്പൊ ദേ ഫോൺ അടിക്കും. എന്താ കളി? എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇച്ചിരി മീൻകറിയാണ് കേട്ടോ. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നല്ലോ. ഫ്രിഡ്ജ് നിറച്ചും മീൻകറി ഇരിക്കുക. ആ, പിന്നെ നിങ്ങൾ എന്തിനാ ഈ ധൃതി പിടിച്ച് നാട്ടിലേക്ക് പോകുന്നേ? അത് പിന്നെ ഞങ്ങളുടെ 12ാമത്തെ ഷോറൂമിന്റെ ഉദ്ഘാടനം അടുത്ത മാസമാണ്.
പിന്നെ ഞങ്ങൾ ഓർഫനേജിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങളുണ്ടെങ്കിലേ നന്നായിട്ട് പോകത്തുള്ളൂ. പിന്നെ ഇവിടെയാണ് ജോസഫിൻ്റെ മോക്ക് എപ്പോഴും ഭയങ്കര തിരക്കാണ്. അവരങ്ങ് ആശുപത്രിയിലോട്ട് പോയാൽ പിന്നെ ഞങ്ങൾ വീട്ടിൽ തനിച്ച. നാട്ടിലാണെങ്കിൽ ഞങ്ങൾക്ക് 12,000 പിള്ളേരുണ്ട്. അവിടെ ചിരിയും കളിയൊക്കെ കണ്ടോണ്ടിരിക്കാമല്ലോ. എൻ്റെ അച്ഛൻ ഞാൻ ജോസഫിനോട് പറയുന്നുണ്ട് നാട്ടിലോട്ട് വരാനായിട്ട്. നമ്മുടെ ആശുപത്രിയൊക്കെ നോക്കി നടത്താൻ ഒരാളായല്ലോ. കുറച്ച് കഴിയുമെന്നാ ഞാൻ പറയുന്നത്. ഇതൊക്കെ ചെയ്യാൻ ദൈവം നിങ്ങളെ പ്രത്യേകം തിരഞ്ഞെടുത്തതാണ്. അച്ഛാ, അതൊന്നും എൻ്റെ മഹത്വമൊന്നും അല്ല. ഇവരുടെ പ്രാർത്ഥനയും വിശ്വാസവും ഒക്കെയാണ്. എൻ്റെ അച്ഛ എല്ലാം മാതാവ് തന്നു. അത് ഞങ്ങൾ മറ്റുള്ളവർക്കും കൊടുത്തു. അപ്പോൾ അച്ഛ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇനി അടുത്ത തവണ കാണാം. ദൈവവചനം പറയുന്നു, നമ്മുടെ കർത്താവായ ദൈവം നമുക്കായി ഒരു പദ്ധതി ഒരുക്കിയിരിക്കുന്നു. അത് നമ്മുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, മറിച്ച് നമ്മുടെ ക്ഷേമത്തിനുള്ള പദ്ധതി. നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലതുകൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നത് പോലെ നമ്മുടെ കുരിശുകളാൽ അവിടുന്ന് നമ്മെ ശുദ്ധി ചെയ്യുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ തിരുവനന്തപുരത്തിന് സ്വയം വിട്ടുകൊടുത്ത നമ്മുടെ പരിശുദ്ധ അമ്മയിൽ ആശ്രയം തേടി നമുക്കും അവിടുത്തെ പദ്ധതിയിൽ വിശ്വാസം അർപ്പിക്കാം. ആ വിശ്വാസം അതല്ലേ എല്ലാം. Thank you.